നെന്മാറ മണ്ഡലമാണ്. 10 ലോക്കൽ ബോഡി ചേർത്ത് 10 പഞ്ചായത്തുകൾ ചേർന്നാണ് നെന്മാറ മണ്ഡലം. അപ്പം അതിന്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ LDF 65,000 വോട്ട്, 40% അടുത്ത് വോട്ട് നേടിയിട്ടുണ്ട്. UDF 56,000 വോട്ട്, 34.5. 1/3 വോട്ട് UDFിനുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. NDAക്ക് 20% വോട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 34,000 വോട്ട് NDAക്കും ഉണ്ട്. അതേഴ്സ് 7,400 വോട്ട്. മെമ്പർമാർ നോക്കി LDF 58 പേരുള്ളപ്പോൾ UDFിന് 55 ഉള്ളൂ, NDA 27, അതേഴ്സ് 6. അപ്പോൾ നമ്മൾ മത്സരാർത്ഥികളെ നോക്കി കഴിഞ്ഞാൽ നെന്മാറയിൽ മത്സരിക്കുന്നത് നമ്മൾ നെന്മാറയിൽ മത്സരിക്കുന്ന ആരാന്ന് നോക്കാം. ഇപ്പൊ മത്സരിക്കുന്ന 2021 ഇലക്ഷൻ നോക്കുവാണെങ്കിൽ 21 CPIMന്റെ സിറ്റിംഗ് സീറ്റാണ്. K ബാബു മത്സരിച്ചു, വിജയിച്ചു, 80,000 വോട്ട്. ബാക്കി CMPക്കും BDSും ആയിരുന്നു. ഇവിടെ പക്ഷെ ഇത്തവണ വ്യത്യാസമുണ്ട്. CPMും കോൺഗ്രസും തന്നെ നേർക്കുനേർ പോരാട്ടമാണ്. മറ്റേത് ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റ് കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുകയാണ്. K പ്രേമൻ LDFിന് വേണ്ടി, UDFിന് തങ്കപ്പൻ, BDJസിന് തന്നെയാണ് സിറ്റിംഗ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാലക്കാട് നെന്മാറ അനലൈസ് ചെയ്യണം. പാലക്കാട് ജില്ലയിലെ നെന്മാറ അനലൈസ് ചെയ്യുകയാണെങ്കിൽ LDFിന് വോട്ട് ഷെയർ കൂടുതലുണ്ടെങ്കിലും ആകെ 8,000 വോട്ടിന്റെ വ്യത്യാസമുള്ളൂ. 10,000 താഴെ വോട്ടുകളൊക്കെ നല്ല ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ട് 5,000 വോട്ടിലും കുറയും. അതാണ് 5,000 4,000 വോട്ട് കുറഞ്ഞാൽ തന്നെ ഒരു 58,000 വോട്ട് LDF പിടിച്ചാൽ UDFിന് ഒരു അപ്പർ ഹാൻഡ് വരും. 2,000-3,000 വോട്ട് കൂട്ടിയാൽ തന്നെ UDF സ്ലൈഡ് മാർജിൻ ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. NDA വോട്ട് ഷെയർ കൂട്ടും, 34% ഉണ്ട്. ഈ ശതമാനം BDS പിടിക്കുമെന്നുള്ളത് തോന്നുന്നില്ല. കുറച്ച് കഴിഞ്ഞ ഇലക്ഷനെക്കാട്ടിലും വോട്ട് ഷെയർ കൂട്ടുമായിരിക്കും. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 34,000 പിടിച്ചത് BDSന് കൊടുത്തതുകൊണ്ട് കുറച്ച് വോട്ട് കൂടെ UDFിലോട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ UDF ജയിക്കും. ഇപ്പോൾ നെന്മാറ UDF ജയിക്കുമെന്നാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്.